അവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് സാമ്പത്തിക റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതിൽ ഒന്ന് നിർമ്മാണ മേഖല മാന്ദ്യം നേരിടുന്നു, കോർപ്പറേറ്റുകൾ നിക്ഷേപത്തിന് തയ്യാറാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ പൂർണ്ണമായ ബജറ്റിന്റെ ഡോക്യുമെന്റ് എനിക്കും ലഭ്യമായിട്ടില്ല. പക്ഷേ ചില പ്രഖ്യാപനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഇന്ത്യയെ കളിപ്പാട്ടത്തിന്റെ ഹബ്ബാക്കി മാറ്റും എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ AI ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിൽ 3 സെന്ററുകൾ അടക്കം വരുന്നത് ഉണ്ട്. അതിന് പ്രത്യേകമായ പാക്കേജ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരം ചില തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് വരുമാന മാർഗത്തിലേക്ക് എത്താവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ചില പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായി ഫണ്ടുണ്ട് എന്ന പ്രഖ്യാപനമൊക്കെ പുറത്തു വരുമ്പോൾ ഇത് എല്ലാ ബജറ്റിലും ഇത്തരം പ്രഖ്യാപനങ്ങൾ വരാറുള്ളതാണ്. ഞാൻ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ മോശമാണ്. ഇപ്പൊ ഉദാഹരണം PLI സ്കീംസുകൾ കൊണ്ടുവന്നു, അതൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ആ PLI സ്കീം വെച്ചിട്ട് ഇപ്പൊ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഒക്കെ കുറച്ച് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമൊബൈലിന് ഇവിടെ നമ്മുടെ മാനുഫാക്ചറിംഗ് പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിലുണ്ട്. പക്ഷേ ഇത് മാത്രം കൊണ്ട് നമ്മുടെ പ്രൈവറ്റ് ക്യാപെക്സ് ഉദ്ദേശിച്ച രീതിയിൽ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഓവർ റെഗുലേഷൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. അത് എക്കണോമിക് സർവേ തന്നെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വല്ലാത്ത രീതിയിലുള്ള റെഗുലേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് എന്ന് കുറെ വർഷങ്ങളായിട്ട് പറയുന്നെങ്കിലും എഫക്റ്റീവായിട്ട് ആ ഈസ് ഓഫ് ഡൂയിങ് ഇല്ല. അപ്പൊ പ്രൈവറ്റ് സെക്ടറിന് ഒരു കോൺഫിഡൻസ് ഇല്ല. അവരുടെ കയ്യിലിരിക്കുന്ന കാശോ അല്ലെങ്കിൽ അവർ ബോറോ ചെയ്ത കാശോ ഒക്കെ മാർക്കറ്റിലേക്ക് ഇറക്കി വലിയ പ്രൊജക്ടുകളൊക്കെ തുടങ്ങിയാൽ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എക്കണോമിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് ഇവർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന രീതിയിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാക്കേജുകൾ തന്നെ കൊണ്ടുവന്ന് പ്രൈവറ്റ് സെക്ടറിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമുക്കാരെയും തോക്ക് ചൂണ്ടിക്കാണിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാനൊക്കത്തില്ല. അവർക്കൊരു കോൺഫിഡൻസ്. പിന്നെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റോടെ നമ്മൾ നോക്കണം. ഗ്ലോബലി പല രാജ്യങ്ങളും ഇന്ന് ബിസിനസ് പുതിയ ആക്ടിവിറ്റി തുടങ്ങുന്നതിന്, പുതിയ മാനുഫാക്ചറിങ് തുടങ്ങുന്നതിനെയൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പൊ അമേരിക്കയിൽ ട്രംപ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ആര് വേണമെങ്കിലും അമേരിക്കയിലോട്ട് വന്നു, അവിടെ മാനുഫാക്ചർ ചെയ്തു, എല്ലാ സപ്പോർട്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ അമേരിക്ക പോയി മാനുഫാക്ചർ ചെയ്ത് വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അപ്രോച്ചിൽ കുറച്ച് ചേഞ്ച് വരണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പുതിയ പ്രൊജക്ടുകൾ വന്നാൽ മാത്രമേ നമുക്ക് തൊഴിലവസരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ശരി, തീർച്ചയായും. ശ്രീ എൽദോ ചിറക്കച്ചാലിൽ, ഇതിപ്പോൾ രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ബീഹാർ ബജറ്റാണ് എന്ന നിലയിലുള്ള വിമർശനമാണ്. പ്രത്യേകിച്ച് ബജറ്റിലെ ഏതാണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ എത്രയോ തവണ ബീഹാർ എന്ന് മന്ത്രി പറഞ്ഞു. അതിലൊരു തർക്കവും വേണ്ട. മഖാന ബോർഡ്, പട്ന വിമാനത്താവളത്തിന്റെ നവീകരണം, പുതിയ ഗ്രീൻഫീൽഡ്, പട്ന IITക്ക് പുതിയ ഹോസ്റ്റൽ, പുതിയ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, പുതിയ കനാൽ പദ്ധതി, അങ്ങനെയൊക്കെ നീളുന്നുണ്ടെങ്കിൽ പോലും ഈ സാധാരണക്കാരായ ആളുകൾ അവിടെ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം സർക്കാരിന് നികുതിയായി നൽകേണ്ടി വരും, അതിൽ കുറവുണ്ടാകുന്നുണ്ടോ, അത് തങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ ജീവിത നിലവാരം ഉയർന്നു നിൽക്കുന്ന, ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളുകൾ ഉള്ള സംസ്ഥാനം തന്നെയാണ്. അവിടെ അടക്കമാണോ ഈ 12 ലക്ഷം എന്നത് ഒരു ഹൈലൈറ്റ് ആക്കി ഉയർത്തി കാണിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നത്? അപ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളെ ഈ ആദായ നികുതി സ്ലാബിന്റെ തടകൊണ്ട് നേരിടാൻ BJPക്കും NDA സർക്കാരിനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റായി ഇത് മാറുന്നുണ്ടോ? അഭിലാഷ്, ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറയാം. ഈ ബഡ്ജറ്റ് ചില സ്റ്റേറ്റുകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നതിന് രാഷ്ട്രീയ ബുദ്ധി ഒന്നും വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ സംസാരിച്ച എല്ലാവരും അത് ചൂണ്ടിക്കാട്ടിയുണ്ടായി. ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവും. കുറച്ചുകൂടി നമ്മുടെ സംസ്ഥാനത്തെ ഉൾപ്പെടെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പരിഗണിക്കാമായിരുന്നു എന്ന് ഈ ബഡ്ജറ്റിലും ഇതിനു മുന്നിൽ നടന്ന എല്ലാ ബഡ്ജറ്റുകളിലും തോന്നിയിട്ടുണ്ട്. ഞാൻ ആ വശത്തിലേക്ക് കടക്കുന്നില്ല. അതിന്റെ രാഷ്ട്രീയം എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ 12 ലക്ഷം ആദായ നികുതിയിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രഖ്യാപനം, ഇത് നിങ്ങൾക്കറിയാം, അഭിലാഷിന് ഉൾപ്പെടെ എല്ലാവർക്കും, നമ്മൾ ഒരു സാധാരണക്കാരനോട്, ഒരു ജോലി ചെയ്യുന്ന സാധാരണക്കാരനോട്, ഞാൻ ഉൾപ്പെടുന്ന ഒരാളോട് ചോദിച്ചാൽ, അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ലെങ്കിലും വലിയ സാമൂഹിക കാഴ്ചപ്പാടുകളൊന്നുമില്ലെങ്കിലും ബഡ്ജറ്റാണ്, എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, ഒറ്റ വാക്കിൽ അവർ ഉത്തരം പറയും, നമ്മുടെ ഈ ടാക്സ് സ്ട്രക്ചർ, ഈ നമ്മൾ അടയ്ക്കുന്ന ഉയർന്ന നികുതി, അത് സാധാരണക്കാരിൽ പോലും വലിയ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 99-ൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നമ്മുടെ
ആ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു വലിയ മാറ്റം ജോലി സാധ്യതകളിൽ കമ്പനികൾ വരുന്നതിൽ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചില സംസ്ഥാനങ്ങൾ IT-യുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വികസനമുള്ള സംസ്ഥാനങ്ങൾ എടുത്താൽ എല്ലാം അറിയാം. ഒരുപാട് ആളുകൾ, ഒരുപാട് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ തന്നെ വലിയ ശമ്പളം വാങ്ങുന്നവരാണ്. ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞു, ആദ്യം സംസാരിച്ച സാർ ഉൾപ്പെടെ പറഞ്ഞു, വലിയ ശമ്പളം വാങ്ങുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച്, ഞാൻ ഉൾപ്പെടുന്ന ആ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് ഈ 12 ലക്ഷം എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ഒരു നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ ടാക്സിനെ സംബന്ധിച്ചൊരു ഏറ്റവും വലിയ പ്രോബ്ലം, ആദ്യം പറഞ്ഞ പോലെ 2 റിജിംസിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഞാൻ അതിലേക്കാണ് അഭിലാഷ് വരുന്നത്. ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു ടാക്സ് 1960-ലെ ഒരു ടാക്സ് നിയമമാണ് നമുക്കുള്ളത്. അതിൽ ഓരോ കാലഘട്ടത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതല്ലാതെ മുഴുവനായിട്ട് അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അടുത്ത പാർലമെന്റ് സെക്ഷനിൽ മിനിസ്റ്റർ പറയുന്നതനുസരിച്ച് അത് പൂർണ്ണമായിട്ടും അതൊരു പൊളിച്ചെഴുത്ത് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് ഞാൻ വളരെ സ്വാഗതം ചെയ്യുന്ന ഒരു തീരുമാനം. കാരണം ഞാൻ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളായാൽ പോലും എൻ്റെ നികുതി അടയ്ക്കുന്നതിന് ഞാനൊരു പ്രൊഫഷണൽ ആളെ സമീപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ശാസ്ത്രം വികസിച്ചു, ടെക്നോളജി വികസിച്ചു, എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളുണ്ട്. എന്നാൽ പോലും ഈ ശമ്പളത്തിന്റെ കാര്യത്തിലായാലും കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യത്തിലായാലും പോലും ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊരു വ്യവസായം നടത്തുന്ന എനിക്ക് അവിടെ എനിക്ക് തോന്നുന്നു അത് നിർമ്മലാ സീതാരാമൻ എടുത്തു പറഞ്ഞു എന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടി ലഘൂകരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുന്നു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടുത്തെ യുവാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ ഇനി സാധ്യമല്ല. അപ്പൊ അത് ഇപ്പോ അഭിലാഷ് ഒരുപാട് സംസാരിക്കുന്ന ആളുകളിലേക്കൊന്നും പോകണ്ട. നിങ്ങളുടെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്ന, എന്റെ സുഹൃത്തല്ല, ഞാനും അത് നേരിട്ടതാണ്. എനിക്ക് പുതിയ ടാക്സ്, പഴയ ടാക്സ്, അതിലേതാണ് എനിക്ക് മെച്ചം എന്ന് തിരിച്ചറിയണല്ലോ. ഞാൻ അങ്ങനെയാണല്ലോ ചിന്തിക്കേണ്ടത്. അതിലേത് എന്റെ ശമ്പളം അനുസരിച്ച് ഇതിലേതാണ് മെച്ചം എന്ന് അറിയാൻ എനിക്കും വേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുമായിട്ടുള്ള അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഇതിന്റെ ഒരു വ്യക്തത വരും. ഞങ്ങൾ അതുവരെ കാത്തിരിക്കുകയാണ്. ശ്രീ ബിനുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, എൽദോ ഈ IT മേഖലയിൽ ഒരു എക്സ്പെർട്ട് കൂടിയാണല്ലോ. ഐടിയിൽ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ AI-യിലേക്ക് മാറേണ്ട ഒരു സമയമാണ്. അങ്ങനെയുള്ള വിഷയങ്ങളെ ഇതിപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്ക് പ്രാഥമികമായ വിവരങ്ങൾ വെച്ചും ഈ പ്രസംഗത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഡോക്യുമെന്റ് ലഭിക്കേണ്ടതുണ്ട്. എങ്കിലും ചെറിയ പ്രഖ്യാപനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നതായി ശ്രദ്ധിച്ചിരുന്നു. AI-ക്ക് പദ്ധതി, സ്റ്റാർട്ടപ്പ് മിഷനുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നൊക്കെ. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലുമൊക്കെ പ്രാഥമികമായി കണ്ടെത്താൻ എൽദോയ്ക്ക് സാധിച്ചോ? ഞാൻ അത് എനിക്ക് മുന്നേ സംസാരിച്ച ആളോട് ചേർത്ത് ഞാൻ സംസാരിക്കും. ഇതിലുള്ള പല തീരുമാനങ്ങളും കഴിഞ്ഞ ബഡ്ജറ്റുകളിലെല്ലാം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം ഇപ്പോൾ നിങ്ങൾ ഈ ആദായ നികുതിയുടെ കാര്യം എടുത്ത് സംസാരിക്കുന്നത് എന്താണ്? അതൊരു വലിയ മാറ്റമെന്ന് ഒരു സാധാരണക്കാരൻ കാണുന്നതാണ്. അതുപോലൊരു മാറ്റം ഇതുവരെ പ്രഖ്യാപിച്ചതിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. സ്റ്റാർട്ടപ്പിന്റെ കാര്യമായാലും AI-യുടെ കാര്യമായാലും ലോകത്തിൽ ഒരു ഗവൺമെന്റിനും അതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ അമേരിക്കയിൽ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചത് AI-യെ കുറിച്ചാണ്. ഇത്രയേറെ താഴേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ